ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് രാവിലെ ഒരു 7-8 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. മോന് സ്കൂളിൽ പോയി. എന്നിട്ട് ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ചായ ഉണ്ടാക്കലാന്ന്. അപ്പോൾ മോനെ സ്കൂളിൽ അയക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതാ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി പോക്കാന്ന്. ഫസ്റ്റ് തന്നെ ഒരു 8 മണി ആ ഒരു വെറും ചായയും ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് നാസ്തൻ്റെ പരിപാടി നോക്കലുള്ളൂ. അപ്പോൾ ഇതാ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാൻ ബിസ്ക്കറ്റും കൂട്ടിയിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ നാസ്തയൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിച്ചതിന് ശേഷം ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ട് ഉച്ചക്കേക്ക് കുറച്ച് ബിരിയാണി ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ ഫിഷ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിത് നാസ്തക്ക് വേണ്ടിയിട്ട് പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ പൂരിക്കൊക്കെ ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. പിന്നെ ആ മുട്ടക്കറി ആക്കാമെന്നാണ് വിചാരിച്ചത്. സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറി, കുക്കറിൽ ഒരു 5 മിനിറ്റോട് റെഡിയാക്കുന്ന ഒരു മുട്ടക്കറിയും അതുമാണ് ഇന്നത്തെ നാസ്ത എന്ന് പറയുന്നത്. അപ്പോൾ അത് മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പൂരി ഓരോന്നായിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഇതാ ബോൾസാക്കിയിട്ട് ചുടണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതാ ഇങ്ങനെ പരത്തിയിട്ട് വേഗം ആവുമല്ലോ. നമുക്കെല്ലാം ഈസിയുള്ളൊരു നാസ്ത എന്ന് പറയുന്നത് പൂരി ഉണ്ടാക്കല്ലേ തന്നെയായിരിക്കുമല്ലേ. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നാസ്ത പൂരി തന്നെയല്ലോ അല്ലേ. എല്ലാവർക്കും സിമ്പിളായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതാ പൂരി ഇതാ ഇവിടുന്ന് പൊരിയുന്നുണ്ട്. ഇതാ പൂരിയും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നാസ്ത കഴിക്കലാന്ന്. ഇപ്പോൾ ഒരു സമയം ഒരു 10 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ നാസ്ത കഴിക്കൽ. ഇതാ നല്ല സെർവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ടേബിളിൽ പോയിട്ട് കഴിക്കലാന്ന്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ 2ാമത്തെ മോൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നേക്ക് 2 വയസ്സായി, മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മക്കൾക്കും ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും എല്ലാം നൽകട്ടെ. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കലാന്ന്. ഇതാ പൂരിയും മുട്ടക്കറിയും കഴിക്കലാന്ന്. ഇനി ഇത് കഴിച്ചിട്ട് വേണം ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ നോക്കാൻ. അടിച്ചു വാരലും കാര്യങ്ങളും അലക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ അലക്കണം. അപ്പോൾ ഇതാ മോൻ എണീച്ച് വന്ന ഇപ്പായിരുന്നു. അപ്പോൾ ഞാനിതാ ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ടൊന്ന് പിരിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ടാണ് അടിച്ചു വാരാറ്. ഇതാ വെളിച്ചമൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജനലൊന്ന് തുറന്ന് കാഴ്ചയാണ് ഇത്. അപ്പോൾ ഇതിനി അടിച്ച് വരലാന്ന്. തുടക്കൽ ഇന്നിനി തുടക്കുന്നില്ല, ഇന്നലെ തുടച്ചതായിരുന്നു. അപ്പം ഓരോ ദിവസം ഇടപെട്ടിട്ടാണ് തുടക്കലൊക്കെ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട്. അടിച്ച് വാരുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊടിയൊക്കെ ഒന്ന് തട്ടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ടേബിളൊക്കെ ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വലിയൊരു പണിയല്ല. അപ്പോൾ ഇത് ഇനി നാസ്ത കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കലാന്ന്. ഇതാ ഞാൻ പിന്നെ അലക്കാനൊക്കെ ഇട്ട്. ഇപ്പോൾ ഒരു 11:15 സമയമായിട്ടുണ്ട്. ഇതാ മൂത്ത മോന് സ്കൂൾ വന്നിട്ട് വിട്ട്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് 11 മണി വരെയാണ് സ്കൂളുള്ളൂ. അപ്പോൾ അവൻ വന്നപാടും തന്നെ ഡോണറ്റ്സ് കഴിക്കാന്ന്. പിന്നെ ഉള്ളി മുറിക്കുമ്പോൾ കണ്ണേരി ഇരിക്കാനുള്ളൊരു ടിപ്പാണ് ഇത്. നമ്മൾ ഉള്ളിൻ്റെ തോല് കളയുമ്പോൾ ആ തറ്റത്ത് കളയാതിരിക്കുക, ആ തറ്റ മുറിച്ച് കളയാതിരിക്കാൻ. എന്നിട്ട് നമ്മൾ കഴുകിയിട്ട് ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സമയം ആ ഒരു തറ്റ എടുത്ത് കളയാൻ. എന്നാൽ നമ്മുടെ കണ്ണങ്ങനെ എരിയൂല. അതങ്ങനെ തന്നെ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗത്തൂലേ, അപ്പം മാത്രം അതൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് എരിയാതിരിക്കും. അപ്പോൾ ഇതാ ഒരു 12:30 ആകുമ്പോഴേക്ക് ഇതാ ഞാൻ ചോറെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി ആയിരുന്നു ഇന്ന് ഉണ്ടാക്കിയത് ലഞ്ചിന്. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് ദമ്മൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഫ്രൈഡേ അല്ലേ. അപ്പോൾ ഒരു പള്ളിക്കെല്ലാം പോയി വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒരു 4-4:30 ആ ഒരു 5 മണി സമയത്ത് നമ്മളിതാ പാർക്കിൽ പോയിട്ടുണ്ടേനെ. മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മോനെയും കൊണ്ട് ഒന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് ഓനെ കുറച്ച് കളിപ്പിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ നടക്കുന്നത്, മാഷാ അല്ലാഹ്. Happy birthday to you, happy birthday to you, happy birthday to you, Emilushe, happy birthday to you,
ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.